ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മാധ്യമ വിദ്യാർത്ഥിയാവട്ടെ, ആദ്യ പാഠത്തിൽ തന്നെ പഠിക്കുന്നത് ജേർണലിസത്തിൻ്റെ ധർമ്മങ്ങളാണ്. വിവരങ്ങൾ കൊടുക്കുന്നത് അടക്കമുള്ള ബേസിക് ധർമ്മങ്ങൾ. ഈ ഒരു റിപ്പോർട്ടിങ്ങിൽ അതിലേതെങ്കിലും ആ ധർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് നീതി പുലർത്തുന്ന ഒന്നുപോലും എനിക്ക് പേഴ്സണലി കാണാൻ പറ്റിയില്ല. മറ്റൊന്ന്, ഒരു മാധ്യമപ്രവർത്തനം സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായ രൂപീകരണം അടക്കമുള്ള അതിൻ്റെ എഫക്റ്റുകളാണ്, അനന്തരഫലങ്ങളാണ്. അതവിടെ സംഭവിക്കുന്നുണ്ട് താനും. ഇങ്ങനെയുള്ള റിപ്പോർട്ടിങ്ങിലൂടെ ഈ മാധ്യമങ്ങൾ ചെയ്യുന്ന ക്രൂരത അത് മാധ്യമപ്രവർത്തകർ സ്വയം ബോധ്യപ്പെടേണ്ടതല്ലേ? എനിക്കറിയില്ല എന്തുകൊണ്ടാണത് ബോധ്യപ്പെടാത്തതെന്ന്. ഇപ്പോൾ നമ്മളൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മളൊരു തലക്കെട്ട് തീരുമാനിക്കുമ്പോൾ ഋഷിപീഠം എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിലൊരു സിംഗിൾ ഇൻവേർട്ടഡ് കോമ ഇട്ടാൽ മാത്രം നമ്മളുടെ കടപ്പാട് കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. പുതിയ കാലത്ത് ഞാൻ കൂട്ടിച്ചേർക്കുന്നത്, ഞാൻ ഇന്ന് ശ്രദ്ധിച്ചതാണ്, അതായത് മഹാസമാധിക്ക് ഋഷിപീഠം ഒരുക്കുന്നു എന്ന് ഒരുപാട് പേരുടെ മെയിൻ ടൈറ്റിലാണ് ഒരേ രൂപത്തിൽ. അതെ, ഇതൊരു പ്രശ്നമാണ്. ഇത് എങ്ങനെയാണ് നിങ്ങൾ മഹാസമാധി എന്ന് അവർ പറയുന്നത് അതേപടി എടുത്ത് നിങ്ങൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഷയിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവരവിടെ ഋഷിപീഠം എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് തന്നെ എടുത്ത് ഉപയോഗിക്കാതെ? സത്യം പറഞ്ഞാൽ ഇതൊരു സംസ്കാരമാണ്, ഒരു മറവ് ചെയ്യലാണ്, അത്രയേ ഉള്ളൂ. അതിനപ്പുറം വേറെ യാതൊരു സവിശേഷതയും അതിനില്ല. ആ സവിശേഷത മുഴുവൻ അവരുടെ പ്രശ്നമാണ്, അവരുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമാണ്, അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ പറയുന്ന ഋഷിപീഠവും മഹാസമാധിയും ഒക്കെ അവരുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്. അതിനപ്പുറം വേറെ യാതൊരു സംഗതിയുമില്ല. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമല്ല. ഇനി അതൊക്കെ വിടുക. എന്താണ് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്? അതിൻ്റെ അടിസ്ഥാനം എന്താ? ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, ഏതൊരു വ്യക്തിക്കും നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഡെഫിനിഷൻ്റെ കീഴിലാണ് നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനെയാണ് വലിയ തോതിൽ ആദരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തനത്തിന് മേൽ ഭരണകൂടത്തിൻ്റെ ഇടപെടലുണ്ടാക്കി ഞാൻ ഇമ്മീഡിയറ്റായിട്ട് ഉദ്ധരിക്കുന്നത് എന്താ? ഭരണഘടനയുടെ 19(1)(a) വകുപ്പ് പ്രകാരം ഞങ്ങൾക്ക് അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുക. കഴിഞ്ഞ ദിവസം കേസെടുത്തപ്പോൾ നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നില്ല. അത് വേറെ പ്രശ്നം. ഇതേ ഭരണഘടന തന്നെ 1976 അമെൻഡ് ചെയ്തുകൊണ്ട് സയൻറ്റിഫിക് ടെമ്പർ എന്താ പറയുക, അത് വളർത്തിയെടുക്കുക എന്നുള്ളത് എല്ലാ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സയൻറ്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കുക എന്നുള്ളത് എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശം തന്നെയാണ് മാധ്യമങ്ങൾക്ക് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമായിട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പൗരന്മാരോടും സയൻറ്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കണമെന്ന് ഭരണഘടന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് കൂടി ബാധകമാണ്. നമ്മളിവിടെ എന്ത് സയൻറ്റിഫിക് ടെമ്പറാണ് ഈ പറയുന്ന സമാധി റിപ്പോർട്ട് ചെയ്തതിലൂടെ സമാധിക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഇത് ആചാരമാണ് എന്ന് പറഞ്ഞവരുടെ ബൈറ്റ് എടുക്കാൻ തിക്കിത്തിരക്കിയതിലൂടെ, അത് കഴിഞ്ഞിട്ട് മഹാസമാധിയെക്കുറിച്ച് പറഞ്ഞതിലൂടെ മഹാസമാധിയിലേക്കുള്ള ഘോഷയാത്ര ലൈവ് റിപ്പോർട്ട് ചെയ്തുള്ള എന്ത് സയൻറ്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്? ഇതൊരു ബേസിക് ക്വസ്റ്റ്യനാണ്. നമുക്ക് അബദ്ധങ്ങൾ പറ്റും. മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്താ പറയുക, എല്ലാം തെറ്റുകൾക്ക് ഉപരിയായിട്ടുള്ള മനുഷ്യന്മാരെ നമുക്ക് അബദ്ധങ്ങൾ പറ്റും, ഒരുപാട് പറ്റിയിട്ടുണ്ട്. ആ അബദ്ധങ്ങളിൽ നിന്നും എന്താ പറയുക, അത് അബദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പുതിയ ഇതിലേക്ക് പോവുക. അപ്പോൾ ഇത് അബദ്ധമാണെങ്കിൽ അബദ്ധമാണ് എന്ന് തിരിച്ചറിയാനും ഇത്തരം എന്താ പറയുക സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട്. അത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഒന്ന്, ഇത്തരം അന്ധവിശ്വാസങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ കാര്യം, പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ, ഇത്തരം സംഭവങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്? അത് ഏത് രാഷ്ട്രീയ സംവിധാനത്തെയാണ് ശക്തിപ്പെടുത്താൻ സഹായിക്കുക? ഈ ചോദ്യം ചോദിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കാതിരിക്കുന്നത്? നമ്മൾ പരോക്ഷമായിട്ട് ഈ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികളെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മഹാസമാധിയും ഋഷിപീഠവും അതിലേക്കുള്ള ഘോഷയാത്രയും ഒക്കെ വലിയ സംഭവമായിട്ട് ഇത് ലൈവാണ്, നിങ്ങളിവിടെ കണ്ടുകൊള്ളൂ എന്ന് ആളുകളോട് ഉറക്കെ വിളിച്ചു പറയുന്നത്. അത്രയേ ഉള്ളൂ.